മാപ്പിളപ്പാട്ടും മാപ്പിളകലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ടവയെന്ന് മേയർ ഒ സദാശിവൻ. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി 34ാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. മാപ്പിളപ്പാട്ടും മാപ്പിളകലകളും ഏറ്റവും ജനകീയവൽക്കരിക്കപ്പെട്ട കലയാണെന്നും ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് മാപ്പിളപ്പാട്ടിന്റെ തനിമയും ശൈലിയും താളവുമാണെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി 34ാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നഗരത്തിൽ എന്നല്ല മലബാറിലാകെ ഇത്രയേറെ മനുഷ്യർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഗാനമാണ് മാപ്പിള ഗാനം. സംഗീതത്തെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് കോഴിക്കോട് ജനത. അത് മാപ്പിള ഗാനം മാത്രമല്ല, നാടകഗാനം ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ സൂഫി സംഗീതം ഇഷ്ടപ്പെടുന്നു. സംഗീതത്തിൻ്റെതായ വിവിധ ധാരകളെ എല്ലാം നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുന്നവരാണ് കോഴിക്കോട്. സംസ്ഥാന അവാർഡ് ജേതാക്കളായ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, കവിയും ഗായകനുമായ വിനീഷ് വിദ്യാധരൻ, ജീവകാരുണ്യ പ്രവർത്തകൻ കബീർ റഹ്മാൻ പെരുമ്പാവൂർ, പരിസ്ഥിതി പ്രവർത്തക റെജി ജോമി പാല, നർത്തകിയും അധ്യാപികയുമായ സുവർണ ചന്ദ്രോത്ത്, എഴുത്തുകാരി സുമ പള്ളിപ്രം, മാപ്പിളപ്പാട്ട് ഗായിക തൻഹ ഉമർ എന്നിവർക്ക് അവാർഡുകൾ മേയർ വിതരണം ചെയ്തു. കോട്ടയ്ക്കൽ ആലിക്കുട്ടീസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ റഹ്മത്തുള്ള പൊന്നാട അണിയിച്ചു. നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ PR നാഥൻ പ്രശസ്ത പത്രം നൽകി. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള വെയിൽ ഫൗണ്ടേഷന്റെ 2026 വർഷത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനത്തിന് കേരളത്തിൽ നിന്ന് രവീന്ദ്രരത്ന പുരസ്കാരം ലഭിച്ച നെല്ലിയോട്ട് ബഷീറിന് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ പുരസ്കാരം സമ്മാനിച്ചു. അവാർഡ് നൈറ്റ് സ്വാഗത സംഘം ചെയർമാൻ PA ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ N ബഷീർ മാസ്റ്റർ, TS സലീം, അഡ്വക്കേറ്റ് PM ഹനീഫ്, റഹിയാന ബീഗം, ഫൈസൽ എളേറ്റിൽ, അനീസ സുബൈദ, അഷ്റഫ് വെള്ളാങ്ങിൽ, മുസ്തഫ കൊടക്കാടൻ, ഷാജഹാൻ ചീരങ്ങൽ, അബ്ദുൽ ലത്തീഫ് പാറമ്മൽ, ഷംസുദ്ദീൻ കോട്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ ക്രിയേറ്റീവ് ഫെസ്റ്റിൽ ഉണ്ണികുളം GLP സ്കൂൾ